PK കൈലാഷും നമ്മുടെ ഗോഡൗണിലൊന്ന് പ്രശ്നം ഉണ്ടാക്കിയ ശേഷം നമ്മുടെ ബിസിനസ് മുടങ്ങി കിടക്കുക. നമ്മൾ കൃത്യമായി കൺസൈൻമെന്റ് അയച്ചു കൊടുക്കുന്നതുകൊണ്ടാണ് മലേഷ്യയിലും കെനിയയിലുള്ള കസ്റ്റമേഴ്സ് നമുക്ക് വീണ്ടും ലോഡ് തരുന്നത്. ഇപ്പം നമ്മളോടുള്ള വിശ്വാസം അവർക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. എത്രയും പെട്ടെന്ന് അവർക്ക് ചരക്ക് അയച്ചു കൊടുത്തേ പറ്റൂ, അല്ലെങ്കിൽ അവർ വേറെ പാർട്ടിയുമായി ഡീൽ ഉറപ്പിക്കും. ഹാർബറിലേക്ക് ലോഡും കൊണ്ടുപോകുന്ന ലോറികൾ വാച്ച് ചെയ്യാൻ PK ആൾക്കാരെ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നാ ഞാൻ അറിഞ്ഞത്. ഹാർബറിലേക്കല്ലാതെ ലോറി വേറെ എങ്ങോട്ടെങ്കിലും പോയാ PK അപ്പം തന്നെ വിവരം കിട്ടും. പിന്നെ നമ്മളെങ്ങനെ ചരക്ക് കയറ്റും? അത് പറയാനാ നിങ്ങളോട് ഞാൻ വരാൻ പറഞ്ഞു. ഹാർബറിലേക്ക് പോകുന്ന ലോറിയിൽ വഴിയിൽ വെച്ച് ചരക്ക് കയറ്റുന്ന പരിപാടി ഇനി നടക്കില്ല. അതുകൊണ്ട് ഗാർമെന്റ്സിൽ വെച്ച് തന്നെ നമ്മുടെ ചരക്ക് കയറ്റണം. ഗാർമെന്റ്സ് വെച്ച് നമ്മളെങ്ങനെ നമ്മുടെ ചരക്ക് കയറ്റും? അത്രയധികം ജോലിക്കാരുടെ മുന്നിൽ വെച്ച് ഡ്രസ്സുകൾക്കിടയിൽ ഡ്രഗ്സ് ഒളിപ്പിക്കുന്നത് പോസിബിൾ ആണോ? പോസിബിൾ ആണോ എന്ന് ചോദിച്ചാൽ നോർമലി പോസിബിൾ അല്ല. പക്ഷെ നമ്മൾ പോസിബിൾ ആക്കണം. എങ്ങനെ? പറയാം. ഗാർമെന്റ്സിൽ ഇപ്പൊ ജോലിക്കാരെ കുറവുണ്ട്. ഉള്ളവരെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ജോലി അന്വേഷിച്ച് ആര് വന്നാലും ഞങ്ങൾ ജോലി കൊടുക്കാറുണ്ട്. ഈ അവസരം നമ്മൾ മുതലാക്കണം. ജോലി അന്വേഷിച്ചെന്ന് നിങ്ങൾ ഗാർമെന്റ്സിൽ കയറി പറ്റണം. എല്ലാ സെക്ഷനിലും ആളെ ആവശ്യമുണ്ട്. ഓരോ സെക്ഷനിലായി നിങ്ങൾക്ക് കയറി പറ്റാൻ കഴിയും. അവിടെ നിന്നുകൊണ്ട് ഞങ്ങൾ കയറ്റി അയക്കുന്ന ഡ്രസ്സിനിടയിൽ നിങ്ങൾ ഡ്രഗ്സ് തിരികെ കയറ്റണം. ഡ്രഗ്സ് ഒളിപ്പിക്കുന്ന ബോക്സ് മാർക്ക് ചെയ്യണം. ഇൻവിസിബിൾ മാർക്കർ ഞാൻ എത്തിച്ചേരാം. ആ അടയാളം വെച്ച് നമ്മുടെ കസ്റ്റമേഴ്സ് സാധനങ്ങളുള്ള ബോക്സ് കണ്ടുപിടിച്ചോളൂ. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും അവിടെ നിന്ന് കയറ്റി അയക്കുന്ന തുണിത്തരങ്ങൾക്കിടയിൽ കൂടെ നമ്മുടെ ഡ്രഗ്സ് കയറ്റി അയച്ചിരിക്കണം. അവിടെ കയറി പറ്റിക്കഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാം ഞങ്ങൾ കൃത്യമായിട്ട് ചെയ്തോളാം. പക്ഷെ അവിടെ എങ്ങനെയാ കയറി പറ്റുക? അതിന് ഞങ്ങൾ ആരെയാ കാണണ്ടേ?